പുതുവർഷം ആഘോഷിക്കാൻ പോകുമ്പോൾ, മറ്റുള്ളവർ പുതുവർഷം വേറൊരു രീതിയിൽ ആഘോഷിക്കാൻ പോകുമ്പോൾ, നമ്മൾ പുതുവർഷത്തെ ആത്മാവിൽ വരവേൽക്കുന്നതിനായി 2008 ഒരു വർഷം സ്തോത്രം പറയാൻ കഴിഞ്ഞു. 2008 ലഭിച്ച നന്മകൾക്ക് വിടുതലുക്ക് ഒരു പക്ഷേ സ്തോത്രം പറയാൻ. 2008 ലഭിച്ച നന്മകളുടെ ഉറവിടമായ അതിനേക്കാൾ മറ്റൊരു സഹായിക്കുക. ഞാൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ സ്തോത്രം പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവത്തില്ല. ചുമ്മാ സ്തോത്രം പറഞ്ഞുകൊണ്ട് യാതൊരു കാര്യമില്ല, ചുമ്മാ അത് ഹല്ലേലൂയ പറഞ്ഞുകൊണ്ട് യാതൊരു കാര്യമില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞ ശേഷം എന്ത് നിങ്ങൾക്ക് മനസ്സിലായി അതിനനുസരിച്ച് സ്തോത്രം പറയുക. Praise the Lord. Praise the Lord. ദൈവത്തെ മനസ്സിലാക്കുന്നതും ദൈവത്തെ അറിയുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമാണ്. Praise the Lord. Praise the Lord. നമ്മൾ ദൈവത്തെ അറിഞ്ഞത് കൊണ്ടാണ് നമ്മൾ വന്നത്, അല്ലേ? ആണോ? പക്ഷെ നമ്മൾ ദൈവത്തെ എങ്ങനെയാണ് മനസ്സിലാക്കിയത്? പല രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. പക്ഷെ ഇന്ന് പകൽക്കാലം എനിക്ക് നിങ്ങളോട് ആദ്യമേ പറയാനുള്ളത്, ദൈവത്തെ ശരിക്കും മനസ്സിലാക്കിയാൽ മറ്റുള്ളവർ നിങ്ങളിലൂടെ അവനെ അറിയും. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. നമുക്ക് ദൈവത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മറ്റുള്ളവർക്ക് എങ്ങനെ നമ്മളിലൂടെ ദൈവത്തെ മനസ്സിലാക്കാം? Praise the Lord. Praise the Lord. നമുക്ക് ലഭിച്ച വിടുതലിലൂടെ മറ്റുള്ളവർ നമ്മെ മനസ്സിലാക്കട്ടെ. Praise the Lord. Praise the Lord. ഈ 2008 ലഭിച്ച നന്മകളിലൂടെ, ഈ 2008 ലഭിച്ച അനുഗ്രഹങ്ങളിലൂടെ മറ്റുള്ളവർ മനസ്സിലാക്കട്ടെ നമ്മിൽ ഒരു ജീവിക്കുന്ന ദൈവം ഉണ്ടെന്ന്. Praise the Lord. Praise the Lord. നമ്മൾ കാലം ദൈവത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. എബ്രായ ലേഖനം 11-ാം അധ്യായം 1-ാം വാക്യം ആത്മീയരാകെ ശബ്ദം വരുത്തി വായിക്കാം. എബ്രായ ലേഖനം മതി. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ ആഗ്രഹം. നമ്മൾ ഒരുപാട് സന്ദേശങ്ങൾ ഈ വേദഭാഗത്തുനിന്ന് കേട്ടിട്ടുണ്ട്, അല്ലേ? അത് ആദ്യമേ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വിശ്വാസം എന്നതോ? വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ ലക്ഷ്യമാകുന്നു. ഈ ലേഖനത്തെപ്പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് ആരാ എഴുതുന്ന പറഞ്ഞ ഒരുപാട് തർക്കങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ചരിത്രകാരന്മാരുടെ വാക്കുകളിൽ ഇപ്രകാരം കാണുന്നത് പൗലോസാണ് എഴുതിയതെന്ന്. അതൊന്നുമല്ല എന്റെ വിഷയം. എന്റെ വിഷയം വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ്. ഈ 2008 നീ പലതും ആശിച്ചിട്ട് ഒന്നും സംഭവിച്ചില്ലെങ്കിൽ 2009 കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. നമ്മൾ പലപ്പോഴും ആശിച്ച കാര്യം ഒന്നും നടന്നിട്ടില്ല, ഇല്ലേ? 2008 കർത്താവേ ഞാൻ ഇന്ന കാര്യം ആശിച്ചു, ഇന്ന കാര്യത്തിന് വേണ്ടി ഞാൻ എഴുതിയിട്ട് പ്രാർത്ഥിച്ചു, പക്ഷെ എന്റെ ആശയ്ക്ക് വിപരീതമായി എല്ലാം സംഭവിക്കുന്നുവല്ലോ. എന്താണ് കർത്താവേ എന്റെ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങൾ? എന്താണ് കർത്താവേ എനിക്ക് ഇങ്ങനെ വരുവാൻ കാരണം? ഞാൻ നിന്നിൽ ആശ്രയിച്ച കാര്യങ്ങളൊന്നും എന്റെ ജീവിതത്തിൽ അതിന്റെ തക്കതായ നിന്റെ ഗതിനനുസരിച്ച് ഒന്നും നടക്കുന്നില്ലെന്ന് ഒരുപക്ഷെ നാം ചിന്തിച്ചേക്കാം. ഒരുപക്ഷെ ദൈവം നമ്മളെ പരിശോധിക്കുകയാകാം, നമ്മുടെ വിശ്വാസം എത്രത്തോളമാണ്. Praise the Lord. Praise the Lord. Praise the Lord. ആശിക്കുന്നതിന്റെ ഉറപ്പ്. ഒരാശ ഉണ്ടെങ്കിൽ അതിലൊരു ഉറപ്പ് വേണം. Praise the Lord. Praise the Lord. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, കർത്താവേ അവർക്ക് നല്ല ഭാവി വേണം. അത് നമ്മുടെ ഒരു ആശയാണ്, അല്ലേ? പക്ഷെ പലപ്പോഴും അതിൻ്റെതായ രീതിയിൽ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും വന്ന ആശയ്ക്ക് ഭംഗം വരുമ്പോൾ നമ്മുടെ ഉറപ്പ് നഷ്ടപ്പെടാറുണ്ട്. അപ്പൊ നമ്മുടെ ആശ ഉറപ്പ് എവിടെ? നമ്മുടെ പ്രാർത്ഥനയിലുള്ള വിശ്വാസം എവിടെ? Praise the Lord. പിന്നെ നമുക്ക് വിശ്വാസം എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമുണ്ടോ? ഇല്ല. പിന്നെ നമ്മൾ വിശ്വാസിയാണെന്നൊരു പേര് മാത്രമേ ഉള്ളൂ. നമുക്ക് വിശ്വാസം ഉണ്ടോ? ഇല്ല. ഇന്ന് പകൽക്കാലം എനിക്ക് പറയാനുള്ളത്, ആശിച്ചതിന് ഒരു ഉറപ്പുണ്ടെങ്കിൽ ആ വിശ്വസിച്ച കാര്യത്തിന് ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റും. നിന്റെ ആശയ്ക്ക് മേൽ
ഒരു ഉറപ്പുണ്ടെങ്കിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. പലപ്പോഴും ആശയ്ക്കുമേൽ വിപരീതമായ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മുടെ ഉറപ്പ് നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ 2008 നടക്കപ്പെടേണ്ട അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കേണ്ട അനുഗ്രഹങ്ങളുടെയും നന്മകളുടെയും ഉറവുകൾ അടഞ്ഞു പോയത്. Praise the Lord. Praise the Lord. Praise the Lord. കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ് വിശ്വാസം എന്നത്. കാണാത്ത കാര്യം നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാണ്, കർത്താവേ എനിക്കൊരു കുഞ്ഞിനെ നൽകപ്പെടണം. അത് കാണാത്തൊരു കാര്യം അല്ലേ? നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണാത്തൊരു കാര്യമാണ്. പക്ഷെ അതിന്മേലുള്ള നിന്റെ ഉറപ്പാണ് വിശ്വാസം. Praise the Lord. Praise the Lord. കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. കർത്താവേ, ഞാൻ കാണാത്തത് എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ എനിക്ക് അനുഭവിച്ചിട്ടില്ല. എനിക്കൊരു കുഞ്ഞിനെ കാണുവാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ എന്റെ ആ കാണാത്ത കാര്യത്തിന്മേലുള്ള എന്റെ ദൈവത്തിന് വിശ്വാസമുള്ള നിശ്ചയമാണ് എന്റെ പ്രവർത്തി. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. ഇപ്പോൾ നമുക്ക് മനസ്സിലായിരിക്കാം എന്താണ് വിശ്വാസം എന്നുള്ളത്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. ഈ കഴിഞ്ഞ ഒരു വർഷം ഞാൻ വിശ്വാസത്താൽ ജീവിക്കാൻ ആരംഭിച്ചതുകൊണ്ട് എനിക്ക് യാതൊരു പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടില്ല. പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടില്ല എന്ന് പറയുന്നതിലും എന്ന് പറയാതിരിക്കുന്നതിലും രണ്ടും വ്യത്യസ്തമാണെങ്കിൽ പോലും തന്നെ എനിക്ക് പറയാൻ കഴിയും എന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു, പ്രതികൂലങ്ങളുണ്ടായിരുന്നു. പക്ഷെ അതിനൊന്നും ഞാൻ വകവെച്ചില്ല. അതിനൊന്നും വകവെക്കാതിരിക്കാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു കാര്യം ആശിച്ചു, കർത്താവേ അതിന്റെ ഉറപ്പ് എനിക്ക് കാട്ടിത്തരണം. നമ്മളൊരു കാര്യം ആശിച്ചാൽ അത് നടക്കും എന്നുള്ള ഒരു ഉറപ്പ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ എന്നോട് നിന്നോടൊപ്പം ദൈവം എഴുന്നേൽക്കും. നമ്മൾ പ്രാർത്ഥിച്ചു, നമ്മൾ പാടി, നമ്മൾ അന്യഭാഷ പറഞ്ഞു. എത്രമാത്രം നമ്മുടെ ഹൃദയം ദൈവത്തോട് അടുത്തു. Praise the Lord. ആരാധിക്കാം, അന്യഭാഷ പറയാം, സ്തോത്രം പറയാം, തുള്ളിച്ചാടാം. പക്ഷെ നിന്റെ ഹൃദയം ദൈവവുമായി ഒന്ന് പകർന്നു. അതൊന്ന് അവിടെ നിൽക്കട്ടെ. നമുക്ക് വിശ്വാസമുണ്ട്, നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് നമ്മൾ കരുതുന്നുവെങ്കിൽ Praise the Lord. ആ പ്രാർത്ഥനയുടെ വിഷയത്തിന്മേൽ മറുപടി ലഭിക്കാതിരിക്കുവാൻ തക്ക കാരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ കളയണം. Praise the Lord. Praise the Lord. എന്താണ് നമ്മൾ പ്രാർത്ഥിച്ച വിഷയത്തിനൊന്നും മറുപടി കിട്ടാത്തത്? നമ്മൾ പറയാനുണ്ട്, ഞാൻ കഴിഞ്ഞ ദിവസം പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച വിഷയത്തിൽ കർത്താവ് എനിക്ക് ഈ ആഴ്ച മറുപടി. എന്നാൽ നമ്മൾ പറയാറുണ്ട് 2 വിഷയത്തിന് അല്ലെങ്കിൽ 3 വിഷയത്തിന് എഴുതിയിട്ട് വെച്ച പ്രാർത്ഥിച്ച വിഷയത്തിന് എനിക്ക് മറുപടി കിട്ടിയില്ല. അതിന്റെ കുറവ് ആരില്ല? പ്രാർത്ഥിച്ച പാസ്റ്റർമാരിലാണോ, പ്രാർത്ഥിച്ച വിശ്വാസത്തിലാണോ, അതോ പ്രാർത്ഥിച്ച നിന്റെ ജീവിതത്തിലാണോ? നമ്മൾ തന്നെ പരിശോധിക്കണം. നാം ചെയ്യേണ്ടത് നാം ചെയ്യുമ്പോഴാണ് ദൈവം ചെയ്യേണ്ടത്. ദൈവം നിനക്ക് ഞാൻ നീ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ ദൈവത്തിന് ഒന്നും നമുക്ക് വേണ്ടി ചെയ്യാൻ കഴിയില്ല. നിനക്ക് അല്ലെങ്കിൽ എനിക്ക് അല്ലെങ്കിൽ നിന്റെ ഓരോ ജീവിതങ്ങൾക്ക് അത്ഭുതമോ വിടുതലോ വേണമെങ്കിൽ ഞാൻ നിങ്ങളും ഒറ്റക്കത്തേക്ക് കയറണം. മറ്റുള്ളവരോട് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതിലും ഉപരിയായി എനിക്ക് നിങ്ങൾക്കൊരു ഉത്തരവാദിത്വമുണ്ട്. എനിക്കിപ്പോ ഒരു ക്യാൻസർ വന്നാൽ ഞാനാ പ്രാർത്ഥിക്കേണ്ടത് മറ്റുള്ളവരെക്കാൾ ഉപരിയായി. കാരണം കർത്താവേ, നീയാണ് എനിക്ക് ജീവൻ തന്നത്, നീ എന്നെയാണ് ഈ ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുന്നത്. നിന്റെ ഹിതം ഉണ്ടെങ്കിൽ എനിക്ക് ജീവൻ തിരികെ തരിക. അങ്ങനെയെങ്കിൽ ഞാൻ നിനക്ക് നൽകിക്കൊള്ളാം. അതിന്റെ ഒരു ആശയാണ്. ആ ആശയം എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ എന്റെ ദൈവം ആ രോഗത്തിന് വിടുതൽ. പിന്നെ എന്റെ ജീവിതത്തിൽ അങ്ങോട്ട് കൊയ്ത്തായിരിക്കും, കൊയ്ത്ത്. അതാണ് ഞാൻ കാണാത്ത കാര്യത്തിന് നിശ്ചയം. നമുക്ക് യാക്കോബിനെ എടുത്ത് നോക്കാം. യാക്കോബ്, നിനക്ക് എന്താ പറ്റിയത്? ഞാൻ ചതിച്ച് അല്ലെങ്കിൽ എനിക്കൊരു അനുഗ്രഹം ലഭ്യമായി എന്റെ പിതാവിൽ നിന്ന്. ഇപ്പൊ നിനക്ക് എന്താ പറ്റിയത്? ഞാൻ ഓട്ടമാ. എവിടേക്ക് ഓടുന്നത്? ഒരു പിടുത്തവുമില്ല. എന്റെ അമ്മേനോട് പറഞ്ഞു സഹോദരന്റെ വീട്ടിലേക്ക് പോക്കോളാൻ. ഒരു ആശയമില്ല എവിടേക്കാ പോകുന്നത്, ഒരു ആശയമില്ല എന്താണ് എന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ എന്റെ ഭാവി ജീവിതത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഓട്ടമാണ്, ഓട്ടം. വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിയിട്ട് ആശയൊക്കെ ലഭിച്ചതിന് ശേഷം പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോ ഒരാശയമില്ലാതെ ഓടുന്ന ഓട്ടമാണ് നമ്മുടെ ഇപ്പോഴത്തെ ഓട്ടം. യാക്കോബേ, ഒന്ന് ചോദിച്ചു നോക്ക് യാക്കോബേ, നിനക്ക് ഇപ്പൊ എന്താണ് സംഭവിച്ചത്?
ഞാൻ ചതിയിലൂടെ അനുഗ്രഹം നേടിയെടുത്തു. എന്റെ ജ്യേഷ്ഠന്റെ അവകാശം ഞാൻ വാങ്ങിപ്പറ്റി. ഞാൻ ഓട്ടമാണ് ഓട്ടം. പക്ഷെ അവന്റെ ഓട്ടത്തിലും അവന്റെ കിടക്കയിലും ഒരു ദർശനമുണ്ട്. Praise the Lord. Praise the Lord. മറ്റുള്ളവന് ലഭിക്കാത്ത ഒരു ദർശനം അവന് രാത്രി ലഭിച്ചു. Praise the Lord. Praise the Lord. ഒന്ന് തല ചായ്ക്കുവാൻ തല